DSERA എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെങ്കിലും ഞാൻ ഡൈസെറ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സിനിമ കാണാനാണ് ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഹൊറർ സിനിമയെന്ന് കണ്ടാലും ഓടിപ്പോയി കാണണേ. എനിക്ക് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഫിലിം കാണാണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ആരും വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമെന്നും പറഞ്ഞ് വിളിച്ച് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പുള്ളിക്കാരനും കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ 8 മണിക്കുള്ള ഷോയ്ക്ക് ഞങ്ങൾ 7:15 തന്നെ നേരത്തെ എത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ പോണ വഴിക്ക് വയറ് ചെറുതായിട്ടൊന്ന് പണിയെന്ന് അങ്ങനെ ഒരു സോഡ ലൈം കുടിക്കാമെന്നും പറഞ്ഞ് കയറിയപ്പോൾ അവിടെ അതിൽ ഷോക്കുമായിരുന്നു. കുറച്ച് ലേറ്റായി. ആ ടെൻഷനൊക്കെ എൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ വളരെ കൂളാണ്. ഇതൊക്കെ നിന്നെ ഞാൻ 8 മണിക്ക് എത്തിച്ചിരിക്കും എന്നാണ് ആളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ സോഡ ലൈമൊക്കെ വന്ന് അതൊക്കെ നമ്മൾ കുടിച്ച് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ റിവ്യൂ കണ്ടെങ്കിൽ സ്പോയിലർ ആവുമെന്ന് വെച്ചാൽ അതുപോലും കാണാണ്ട് പോവുകയാണ്. എനിക്ക് ഹൊറർ സിനിമയെന്ന് വെച്ചാൽ എനിക്ക് പ്രാന്താണ് കേട്ടോ. അങ്ങനെ സോഡ ലൈമും കുടിച്ച് അവിടെ സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ MD സിനി പ്ലസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പോത്തങ്കോട്ടാണ്. അത്യാവശ്യം നല്ല തിയേറ്ററാണ്. പക്ഷേ എനിക്ക് ഇത്തവണ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ സോഫ സീറ്റ് എടുത്തായിരുന്നു. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം സോഫയുടെ അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് സ്ക്രീൻ നന്നായിട്ട് കാണാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടായി പോയി തോന്നി. നോർമൽ സീറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാഗ്രഹം പിടിച്ചെടുത്തതാണ് സോഫയിലൊക്കെ ഇരുന്ന് കാണുമല്ലോ, പേടിക്കുന്ന സിനിമയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ വേണ്ടിയിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി. അടിപൊളി ലൈറ്റിങ് എഫക്ട്സും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഹൊറർ സീൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ, എല്ലാവരും ഒന്നും അല്ല കേട്ടോ, നല്ല സൈലൻറ്റിലിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ചുമ്മാ കൂക്കിയും ബഹളം ഉണ്ടാക്കിയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അത് ഞാനാണെങ്കിൽ ലേസിൻ്റെ കവർ പോലും പതിയെയാണ് പൊട്ടിച്ചത്. കാരണം ഹൊറർ സിനിമയാണ്, ആ ഒരു എഫക്റ്റിൽ കാണുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ആൾക്കാർ നശിപ്പിക്കുന്നതിനോട് എനിക്ക് പൊതുവെ നല്ല അഭിപ്രായമല്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ എന്തായാലും ഫിലിം കണ്ട് ഭൂതകാലത്തിന് അത്രയും വരിയില്ലെങ്കിലും കൊള്ളാം. മേക്കിങ്ങും സൗണ്ട് എഫക്ട്സും ഒക്കെ കൊള്ളാം. കഥ എനിക്ക് എവിടേക്കോ ലാഗ് ചെയ്യണമല്ലോ തോന്നി. അങ്ങനെ ഞങ്ങൾ DSERA കണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്കുണ്ട് അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എന്തായാലും സിനിമ കണ്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.